ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാൻ അഷിത ബുർഹാൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി യമ്മി ടേസ്റ്റി ചില്ലി ചിക്കനാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്, 1/2 ടീസ്പൂൺ. ഇത് നമ്മുടെ ചില്ലി ചിക്കനിക്ക് നല്ല കളർ ഉണ്ടാവും. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പ്. സോയാ സോസിലേക്ക് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കരുത്, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല കോട്ടിങ് ഇഷ്ടമാണ് ചിക്കനിക്ക് എന്നുണ്ടെങ്കിൽ ഒരു 4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി, ഒരു ക്യാപ്സിക്കം, ഒരല്പം മല്ലിയില. ഞാനിവിടെ ക്യാപ്സിക്കം പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്രേവി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സെയിം പാത്രത്തിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഓയിലൊന്നും മാറ്റേണ്ട ആവശ്യം വരില്ല. പിന്നെ വളരെ കുറച്ച് ഓയിലാണ് ഞാൻ 2 സൈഡും നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓയിലും വേസ്റ്റ് ആവില്ല. ഉള്ള ഓയിലിൽ നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചൊന്ന് ക്ഷമ എടുത്ത് ചെയ്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത അതേ സെയിം ഓയിലിലേക്ക് തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കരുത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. അതായത് 1 മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് ക്യാപ്സിക്കം ചെയ്യാനുള്ളത്. ക്യാപ്സിക്കത്തിൻ്റെയും കളറ് മാറരുത്. കളറൊക്കെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കളർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞുമ്പോഴേക്കും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അതുകൊണ്ട് ഇതിൻ്റെ പച്ചമണം ഒന്നും മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചും സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി അതേ സെയിം ടേബിൾ സ്പൂണിൽ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറച്ചും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്യാപ്സിക്കത്തിലെ ഉള്ളിയിലേക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കളറാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കളറൊന്നും നമ്മുടെ ചിക്കനിക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കാരണം നമ്മൾ വറുത്ത ചിക്കനല്ലേ, അപ്പോൾ ഒന്ന് സ്മൂത്തായി കിട്ടണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതേ ലെവലിൽ തന്നെ ചിക്കൻ ഒന്ന് സൈഡായിട്ട് പൊരിച്ചതിന് പകരമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ കൺസിസ്റ്റൻസി തന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ചപ്പാത്തീൻ്റെയും പത്തിരിയുടെയൊക്കെ കൂടെ കൂട്ടാനാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളം യൂസ് ചെയ്യരുത്, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ സമയത്ത് നിങ്ങൾ വെള്ളം ചൂടാക്കി വെക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിനനുസരിച്ച് വേണം നമുക്കിനി ഗ്രേവി ചേർക്കാൻ വേണ്ടത്. കാരണം നിങ്ങൾക്ക് നല്ല ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കുമ്പോൾ അതേ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് സോസും ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുക്കണം, ഉപ്പുമൊക്കെ ചേർക്കണം. അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ഇതിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചൊരു 5 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കാം. ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വെള്ളം കുറച്ച് ലൂസി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് കറി കുറുക്കിയെടുക്കാൻ 2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി,
ഒരല്പം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൊണ്ടുവരുന്നത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചില്ലി ചിക്കനിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഒഴിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല കുറുകി നിൽക്കുന്നേ ഉള്ളൂ. ഞാനൊന്ന് നോക്കി ചെയ്യുന്നു എന്ന് മാത്രം. ഇതിൻ്റെ നേർപകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചെയ്യാം. ഇത് ഫുൾ ഒഴിച്ചാൽ അത്യാവശ്യം നല്ല കുറുകിയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് കുറേശ്ശെ ഒഴിച്ച് കാണിച്ച് തരുന്നു മാത്രം. പോരാ, ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടണം. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒരല്പം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. ഇപ്പം ഞാൻ 3/4 ഭാഗവും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കിത് വെക്കണം. നമ്മുടെ കോൺഫ്ലോർ പൊടിയൊക്കെ ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. അത് നന്നായിട്ട് കുറുകി നല്ല പരുവാവണം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്കിത് തിളച്ച് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. അടിപൊളി ടേസ്റ്റാണ്. പത്തിരിക്കും പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ആൾ.